അരുൺ പറഞ്ഞ കാര്യത്തിൻ്റെ അകത്ത് എനിക്ക് അരുണോട് യോജിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ എലപ്പുള്ളി പഞ്ചായത്തുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഈ പറഞ്ഞ ഓർഡർ വരുന്നതിന് മുൻപ് വേണ്ടിയിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി. പക്ഷേ അതിനകത്തും ഒരു പ്രശ്നമുണ്ട്. ഈ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്നത് പഞ്ചായത്തിൽ ഈ ഫയലുകൾ കെട്ടിക്കിടക്കാതിരിക്കുക എന്നുള്ള ആവശ്യം കൊണ്ടാണ്. എല്ലാ കമ്പനികളും ഈ പ്രത്യേകിച്ച് വലിയ കമ്പനികളെല്ലാം വന്നത് സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവർ എന്നൊരാലോചിക്കുക എത്ര പെട്ടെന്ന് ഇതിൻ്റെ അനുമതികൾ കിട്ടും എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തി. അതിന് പഞ്ചായത്തിൽ പോയി പെർമിഷൻ കൊടുത്തിട്ട് നിങ്ങൾ വരുമോ എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതി കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ മാത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതിയായി ബന്ധപ്പെട്ടിട്ട് ഈ ബ്രൂവറിക്കും ഡിസ്റ്റിലറിക്കും അതുപോലെ തന്നെ ബോട്ട്ലിംഗ് പ്ലാന്റിനൊന്നും ബന്ധമില്ലാന്ന്. ഈ എത്തനോൾ പ്ലാന്റിൻ്റെ അനുമതി എന്തിനാണ് ബോട്ട്ലിംഗ് പ്ലാന്റ് ഉണ്ടാക്കാൻ? ഈ ഒന്നാം ഘട്ടം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. ഒന്നാം ഘട്ടം നടപ്പിലാക്കുന്ന എന്താണ് ബോട്ട്ലിംഗ് പ്ലാന്റും ഈ പറഞ്ഞ ബ്രൂവറിയും ഡിസ്റ്റിലറിൻ്റെയും ബോട്ട്ലിംഗ് പ്ലാന്റ്. അവിടെ എന്താ നടക്കുക? അവിടുന്ന് സ്പിരിറ്റ് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും, അതിൻ്റെ റോ മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവരും, ഇവിടുന്ന് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് കുപ്പികളാക്കി വെക്കും. എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ സ്പിരിറ്റിന് ഞാൻ അന്വേഷിച്ചായി പറയുന്നത് 1 ലിറ്റർ സ്പിരിറ്റ് മദ്യമാക്കണമെങ്കിൽ 6 ലിറ്റർ വെള്ളം കൂടെ കൂട്ടിയാൽ മതിയായി. അങ്ങനെയാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംവിധാനം ഉണ്ടോ? അതിൻ്റെ സംവിധാനമില്ലല്ലോ. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ 2 കോടി ലക്ഷം ലിറ്റർ വെള്ളം പാലക്കാട് നിന്ന് എടുത്തിട്ടാണ് അവിടെയുള്ള ബിയറും കിങ് ഫിഷറൊക്കെ ബിയർ ഉണ്ടാക്കി പുറത്തേക്ക് വെക്കുന്നത്. ആ ഏരിയയിൽ മുഴുവൻ അങ്ങനെ അവിടെ എന്ന് പറഞ്ഞാൽ ആ ജില്ലയിൽ ഒരു വ്യവസായം ഇല്ല എന്നുള്ള രീതിയിലാണ് ചർച്ചകൾ വരുന്നത്. അങ്ങനെയൊന്നുമല്ല. പാലക്കാട് നല്ല രീതിയിൽ വ്യവസായമുണ്ട്. അവിടെ വെള്ളം കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന വ്യവസായം കോളയും പെപ്സി ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മളൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കുന്നില്ലല്ലോ. കേരളത്തിൽ ഒരു വ്യവസായം വരാൻ സമ്മതിക്കില്ല. ഒറ്റ വാക്കാണ് അഴിമതി. ഈ കാര്യത്തിൻ്റെ അകത്ത് എവിടെ അഴിമതി ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയത്? 3 ദിവസമായാലും അഴിമതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഈ സമയം വരെ അഴിമതി എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വാക്ക് പറയാൻ പാടില്ലല്ലോ. ഈ പറയുന്ന ഫയൽ നീങ്ങിയ സമയത്തെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞില്ലേ? ഫയൽ നീങ്ങിയ സമയത്തെക്കുറിച്ച്. അതിന് ഫയൽ നീങ്ങിയ സമയത്ത് എന്താ അഴിമതി? സമയത്തിന് പറഞ്ഞിട്ട് അഴിമതി ഉണ്ടോ? അഴിമതി എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലായി അഴിമതി എന്ന് ഉദ്ദേശിക്കുക? അഴിമതി ഉദ്ദേശിക്കുന്നത് ആരുടെയും കയ്യിൽ പണം വാങ്ങി എന്തെങ്കിലും സംവിധാനം ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും നടപടി, അങ്ങനെ തെളിവുണ്ടോന്ന്. ഫയൽ നീങ്ങി അത് പെട്ടെന്ന് നീങ്ങി ഉണ്ടാവും. ചിലപ്പോൾ അത് സർക്കാരിന്റെ തീരുമാനമല്ലേ? സർക്കാർ 2 അപേക്ഷിക്കുന്നു, ജൂൺ മാസത്തിൽ കിട്ടുന്നു. അല്ല, ഞാൻ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമല്ലേ? ആ സർക്കാരിന്റെ തീരുമാനം അനുസരിച്ചിട്ട് ആ സംവിധാനമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്. ഫെബ്രുവരി 2 ആദ്യം പോകുന്നത്. പിന്നെ അത് നവംബർ 11 ഈ പ്രചാരണ കാലത്താണ് അതിന് അംഗീകാരം കൊടുക്കുന്നത്. അല്ല, അതിന്റെ ആ ദിവസങ്ങളിലൊക്കെ ഒരു വേഗവും ചില സമയത്ത് നിന്നതും ഒക്കെ ഉണ്ട്. അത് കോമൺ അല്ലേ? ഫെബ്രുവരി 12 കൊടുത്ത് 25-ാം തീയതി ഒരു അനുമതി കൊടുക്കുകയല്ലോ ചെയ്തത്. ഫെബ്രുവരി കൊടുത്താൽ നവംബറിലല്ലേ അനുമതി കൊടുക്കുന്നത്. അല്ലേ, ഫെബ്രുവരിയും നവംബറും തമ്മിൽ എത്ര മാസം? 8 മാസത്തെ വ്യത്യാസമാണ്. 8 മാസത്തെ വ്യത്യാസത്തിന്റെ ഇടയ്ക്ക് ഒരു അനുമതി കൊടുക്കാൻ കേരള സംസ്ഥാനത്ത് ഏത് പ്രൊജക്ട് നടക്കുക? അത് വൈകുന്ന 8 വർഷം. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെയാണ് അതിന് വേഗം വെക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷമാണ് അതിന് വേഗം വെക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പ് അതിന് മുമ്പ് കുറച്ചു നേരം അത് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് അറിയാമായിരുന്നു? നോക്കൂ, ഇത് ജൂലൈ 3 അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകന്റെ അടുത്ത് കിട്ടിയ ശേഷം അത് മന്ത്രിയുടെ മുന്നിലേക്ക് വന്ന ശേഷം പിന്നെ അതിൽ കുറെ നേരത്തേക്ക് അനങ്ങിയിരുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയമാണ്. ഇതിൽ മറുപടി കിട്ടിയിട്ടില്ല. പ്രതിപക്ഷം ഉന്നയിച്ച വിഷയം ഇതാണ്: ഒക്ടോബർ 18 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം 24 മന്ത്രി ഫയൽ അംഗീകരിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയാണ്. ഈ പ്രചാരണ കാലത്ത് നവംബർ 10 മുഖ്യമന്ത്രി അംഗീകാരം. അങ്ങനെയാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്ത പാർലമെന്റ് ഇലക്ഷൻ ഫെബ്രുവരി 12-ാം തീയതി ഈ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് മത്സരിച്ചു പോകുന്നതും ബൈ ഇലക്ഷൻ വരുമെന്ന് അറിയാമായിരുന്നു? ഇല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ആരും ഒറ്റ കാര്യം എന്താണെന്നറിയോ? ഈ സാങ്കേതികത്വം പറയുമ്പോൾ ഒരു കമ്പനി കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ എൻ്റെ ആ ഒറ്റ ആംഗിൾ മാത്രമേ ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. കേരളത്തിന് പുറത്തുള്ള ഒരു കമ്പനി കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്നു. അവരാദ്യമേ ചീഫ് സെക്രട്ടറിനെ വന്ന് കാണുന്നു. അവർ വന്നിട്ട് അതിനൊരു പ്രപ്പോസൽ ചോദിക്കുന്നു. പ്രപ്പോസലിന് എന്തെങ്കിലും ചിലപ്പം നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അനുമതി നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങൾ അതിനുമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ എത്തനോൾ പ്ലാന്റോ ഏത് പ്ലാന്റോ ആവട്ടെ, ഒരു ചീഫ് സെക്രട്ടറി എടുത്തു ഇതൊന്നും കേരളത്തിൽ നടപ്പിലാവില്ലെന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെ പറ്റുമല്ലോ. അവിടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടാവാം. ചോദിച്ചതിന് അവർക്ക് അനുമതി കിട്ടിയോ വാക്കാലോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. പാലക്കാട് ലാൻഡ് വാങ്ങുന്നു. പാലക്കാട് ലാൻഡ് വാങ്ങിയാൽ പിന്നെ എന്താണ്? എത്തനോൾ പ്ലാന്റോ ഈ ബിവറേജസോ എന്ത് സംവിധാനം തുടങ്ങുകയാണെങ്കിൽ അവർ കേന്ദ്ര ഗവൺമെൻറ് അനുമതിക്ക് പോവാണ്. അവർ സ്വന്തം മേടിച്ച സ്ഥലം, അവരൊക്കെ കമ്പനിയുടെ പേരിലുള്ള സ്ഥലം കേന്ദ്രത്തിൽ പോയി അനുമതി മേടിച്ചുകൊണ്ട് വരുന്നു. മേടിച്ചുകൊണ്ട് പുതിയ കമ്പനിക്ക് ഇവിടെ പെർമിഷന് വേണ്ടി കൊടുക്കുന്നു. പെർമിഷന് കൊടുക്കുമ്പോൾ കേരള സർക്കാരിൻ്റെ അവരുടെ മദ്യനയത്തിന് അനുകൂലമായിട്ടാണല്ലോ അവർ ഈ അനുകൂല റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ അനുകൂല റിപ്പോർട്ടിന് മേലെ അവർ കമ്പനി തുടങ്ങാൻ പോവുകയാണ്. ഇവിടെ ആ കമ്പനി തുടങ്ങാൻ പോകുന്ന 2 കാര്യങ്ങളാണ് പ്രതിപക്ഷം പറഞ്ഞു. ഒന്ന് അഴിമതിയാണെന്ന് പറഞ്ഞു. അഴിമതിക്ക് എന്തെങ്കിലും രേഖയുണ്ടോ?
എന്തെങ്കിലും രേഖയുണ്ടോ? രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ്? ജലചൂഷണം എന്ന് പറയുന്നു. ആ സർക്കാർ പറയുകയാണ് നിങ്ങൾ പിന്നെ കുഴൽക്കിണറിൽ നിന്നോ ഭൂഗർഭ ജലം എടുക്കുന്നില്ല, അത് പിന്നെ ജലസംഭരണിയിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. സർക്കാർ പറഞ്ഞാൽ അങ്ങനെ മഴയത്തൊന്നും വെള്ളം എടുക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് എവിടുത്തെ ന്യായമാണ്? അത് എങ്ങനെയാണ് എടുക്കുന്നത്? അവരല്ലേ തീരുമാനിക്കുന്നത്, സർക്കാരിൽ തീരുമാനിക്കുന്നത് ഏത് രീതിയിലാണ് വെള്ളം കൊടുക്കേണ്ടത്. അതിന് പിന്നെ അടുത്ത ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരികയാണ്. പാലക്കാട് മുഴുവൻ വെള്ളക്ഷാമമാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ഞാൻ വാട്ടർ അതോറിറ്റി സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ലിറ്റർ വെള്ളം കിൻഫ്രയ്ക്ക് കൊടുക്കുന്നുണ്ട്. കിൻഫ്രയായിട്ട് ഡീൽ നടത്താനാണ് പറഞ്ഞത് അല്ലേ? കിൻഫ്രയ്ക്ക് അവരെ സംബന്ധിച്ച് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അല്ലല്ല, ഒരു മിനിറ്റ്. കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കിൻഫ്രയോട് വാങ്ങിക്കണോ പിന്നെന്താണ് വാട്ടർ അതോറിറ്റി വാങ്ങിക്കണോ? അവർക്ക് വെള്ളം ലഭിക്കില്ല. ക്ലാരിറ്റി ആവശ്യമുണ്ട്. അവിടെ കിൻഫ്രയിലെ പുതുതായിട്ട് തുടങ്ങുന്ന പ്ലാന്റിൽ നിന്ന്, അതായത് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിൽ നിന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് വാട്ടർ അതോറിറ്റി കൊടുക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും കിൻഫ്രയുടെ പ്ലാന്റിൽ നിന്നാണ് പിന്നീട് വിശദീകരണം അല്ലല്ല ഓർഡർ ഇങ്ങനെ. ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നതിന് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകി. ആ അനുമതി നൽകിയിട്ടില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ ആണ്. എപ്പോഴോ വരാൻ പോകുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് വന്ന പോലെയാണ് സാർ പറയുന്നത്. ഇത് വന്നിട്ടില്ലല്ലോ, ഇത് വരാൻ പോകുന്ന സാറല്ലേ? അപ്പോഴത്തേക്ക് വെള്ളം കിട്ടിയാൽ പോരെ? ഈ പറയുന്ന പ്ലാന്റ് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. വരുമ്പോൾ വെള്ളം കിട്ടിയാൽ പോരെ? അതെ. അപ്പോൾ കിൻഫ്ര പറയുന്നത് എന്താണ്? കിൻഫ്രയുടെ ഇതിൽ നിന്ന് വെള്ളം എടുത്തോളാൻ പറയുന്നു. പിന്നെ എന്താണ്? 2 ലക്ഷം ലിറ്റർ 2 കോടി ലക്ഷം ലിറ്റർ വെള്ളമാണ് പിന്നെ അവിടുന്ന് മലമ്പുഴയിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടേക്ക്? പാലക്കാട് ടൗണിലേക്ക് ഇറങ്ങുന്നത്. എന്നിട്ട് വെള്ളം അവിടെ പറ്റിയോ? പാലക്കാട് ഡാമിൽ പറ്റിയോ? ഒന്നും പറ്റിയില്ല. പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം എന്താണ്? പിന്നെ പൈപ്പ് ലൈൻ വലിച്ചിട്ടില്ല. 45 കിലോമീറ്റർ പിന്നെ ഒരു നീളത്തിൽ പിന്നെ പൈപ്പ് വലിച്ചില്ല. അല്ല, അതല്ല പറയുന്നത്, കുടിവെള്ളം എത്തിച്ചിട്ടില്ല എന്ന്. ഞാൻ പറയുന്നത് സെപ്പറേറ്റ് പദ്ധതിയാണെന്ന്. അത് വെള്ളം എത്തിക്കണമെങ്കിൽ അത് സംവിധാനമാണ്. അതുകൊണ്ട് ഒരു കമ്പനി വരണ്ട എന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാർക്കെതിരല്ല. വർഷത്തിൽ 2 മാസം വേനലിൽ 12 ലക്ഷം രൂപയാ പഞ്ചായത്ത് മുടക്കുന്നത് ബാങ്കിൽ വെള്ളം കൊടുക്കാനായിട്ട്. വർഷത്തിൽ 2 മാസം വേനൽ എന്ന് വെച്ചിട്ട് 12 ലക്ഷം രൂപ. അങ്ങനെയാണ് ഒരു പണി. കിങ്ഫിഷറിന്റെ ഫാക്ടറി ഉണ്ടല്ലോ, ആ സാധനം പൂട്ടിയിട്ട് ആ വെള്ളം കൂടി എടുത്ത് നാട്ടുകാർക്ക് സമ്മതിക്കോ? സമ്മതിക്കില്ല. ഫിഷറിന്റെ ഫാക്ടറി ഉണ്ടല്ലോ വെള്ളം കൊടുക്കുന്നത് 10-40 ലക്ഷം രൂപ. അത് പറ്റൂല്ലോ ഒരിക്കലും. പറയുന്നത് പ്രയോറിറ്റി ആണ് ഉണ്ണിബാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നത്. പ്രയോറിറ്റി വാട്ടർ അതോറിറ്റിയുടെ വിഷയം എക്സൈസിന്റെ വിഷയമാണ്. അതാണ് ഞാൻ പറയുന്നത്. വെള്ളം കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ജനങ്ങളുടെ വിഷയം. പ്രയോറിറ്റി എന്തുമാകട്ടെ, പ്രയോറിറ്റി എന്ന് പറയുന്നത് മദ്യമാണോ? ഇന്നലെ ഈ ഒരു ദിവസം ഇന്നലെ പറഞ്ഞു, ഇന്നലെ നമ്മുടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ടെങ്കിൽ നമ്മൾ വനം മന്ത്രിയോടല്ല ചോദിക്കുക, ഇത് എക്സൈസ് മന്ത്രിയോട് ചോദിക്കുക. പിന്നെ വെള്ളം കൊണ്ടുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബന്ധപ്പെട്ട മന്ത്രിയാണ് അതിന് മറുപടി പറയേണ്ടത്. പക്ഷേ അന്നേരം പറയുന്നത് കൂട്ടുത്തരവാദിത്തമാണ് തന്നെയാണ്. പക്ഷേ എന്താണ്, ആ നാട്ടിൽ വെള്ളമില്ല എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പ്രശ്നങ്ങളാണ്. അത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. പാലക്കാടുമായി ബന്ധപ്പെട്ട സ്ഥലം മാത്രമല്ലല്ലോ. അതുകൊണ്ട് ആ സ്ഥലത്തൊരു പുതിയ പ്രൊജക്റ്റ് വരരുത് എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. ഈ അഴിമതി ആരോപണമാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനകത്ത് എന്തെങ്കിലും നമുക്ക് പറയാം. ഇത് പണം മേടിച്ചിട്ട് ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒത്താശ നടത്തി കൊടുത്ത് എന്നുള്ളൊരു രേഖയുമായിട്ട് പുറത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് കാര്യം. അതിനേക്ക് അപ്പുറം പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ മറുപടി ഇല്ലാതെ നിൽക്കേണ്ടി വരും എന്നുള്ളതാണ്. Meet the editors.